പശ്ചിമ ബംഗാളിലെ ജനഹൃദയങ്ങൾ നരേന്ദ്രമോദി കീഴടക്കുന്നത് കണ്ട് മമതാ ബാനർജിക്ക് സഹിക്കുന്നില്ല. ബംഗാളിന്റെ തെരുവോരത്തെ ഒരു സാധാരണ കച്ചവടക്കാരനിൽ നിന്നും ജാൽമുറി വാങ്ങിക്കഴിക്കുന്ന പ്രധാനമന്ത്രിയുടെ വീഡിയോ ഇന്ത്യയിൽ ആരും കാണാൻ ഇനി ബാക്കിയുണ്ടാവില്ല. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 10 കോടിയിലധികം ആളുകളാണ് വീഡിയോ കണ്ടത്. ഇതുകൂടി ആയപ്പോൾ മമതയുടെ സഹിഷ്ണുത നശിച്ചു. ദശലക്ഷക്കണക്കിന് സാധാരണക്കാർ ആവേശത്തോടെ സ്വീകരിച്ച വീഡിയോയെ സെറ്റ് ചെയ്ത നാടകമെന്ന് വിളിച്ചാണ് മമത തന്റെ അമർഷം തീർക്കുന്നത്. മോദിയെ ആക്ഷേപിക്കുന്ന മമതയുടെ നിലപാട് ബംഗാളിലെ സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് BJP വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രി കച്ചവടക്കാരന് 10 രൂപയുടെ നോട്ട് നൽകിയതാണ് മമതയെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. മോദിയുടെ പോക്കറ്റിൽ 10 രൂപയുടെ നോട്ട് കണ്ടത് വലിയ അത്ഭുതം തന്നെയെന്ന മമതയുടെ പരിഹാസത്തിന് പിന്നിൽ സാധാരണക്കാരന്റെ ജീവിതത്തോട് അവർക്കുള്ള പുച്ഛമാണ് വ്യക്തമാക്കുന്നത്. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന, അവരുടെ ആഹാരം കഴിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ അംഗീകരിക്കാൻ കഴിയാത്ത തൃണമൂൽ നേതാക്കൾ സ്വന്തം തകർച്ചയ്ക്ക് ഇനി അധിക ദൂരമില്ല എന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം വെറും നാടകമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പെട്ടെന്നൊരു സ്ഥലത്ത് നിർത്തുമ്പോൾ അവിടെ എങ്ങനെയാണ് ക്യാമറകൾ മുൻകൂട്ടി തയ്യാറായിരിക്കുന്നത്? ഈ എപ്പിസോഡ് മുഴുവൻ നേരത്തെ എഴുതി തയ്യാറാക്കിയ തിരക്കഥയാണ്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ 10 രൂപയുടെ നോട്ട് ഇരിക്കുന്നത് കണ്ടു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ഗുഹയ്ക്കുള്ളിൽ പോയിരിക്കും. ചിലപ്പോൾ ചായക്കടക്കാരനാണെന്ന് അവകാശപ്പെടും. സ്വന്തം ആളുകൾ തന്നെ ഉണ്ടാക്കിയ ജാൽമുറി വാങ്ങാനാണ് അദ്ദേഹം 10 രൂപ ചെലവാക്കുന്നത്. തന്റെ റാലികളിൽ പങ്കെടുക്കാൻ അദ്ദേഹം പുറത്തു നിന്നുള്ള ആളുകളെ ട്രെയിൻ മാർഗം എത്തിക്കുകയാണ്. വോട്ട് മോഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തൃണമൂൽ കോൺഗ്രസ് തടയുമെന്നായിരുന്നു മമതയുടെ വാക്കുകൾ. അപ്രതീക്ഷിതമായി നടന്ന ഈ ഇടപെടലിൽ എങ്ങനെ ക്യാമറകൾ വന്നു എന്ന മമതയുടെ ചോദ്യം വെറും ബാലിശമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. ലോകത്തെ ഏറ്റവും ജനപ്രിയ നേതാവ് ഒരു പൊതുസ്ഥലത്തെത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മാത്രം മതി ദൃശ്യങ്ങൾ പകർത്താൻ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും മമതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ഗുഹയ്ക്കുള്ളിൽ പോയിരിക്കും. ചിലപ്പോൾ ചായക്കടക്കാരനാണെന്ന് അവകാശപ്പെടും എന്നൊക്കെയുള്ള മമതയുടെ തരം താഴ്ന്ന വാക്കുകൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വോട്ട് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന മമതയുടെ ആരോപണം തങ്ങളുടെ പരാജയം ഉറപ്പായപ്പോൾ മുൻകൂട്ടി പറയുന്ന ഒഴിവ് കഴിവ് മാത്രമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ട്രെയിൻ മാർഗം റാലികൾക്ക് വേണ്ടി എത്തുന്നുണ്ടെങ്കിൽ അത് മോദിയോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലാതെ മമത ആരോപിക്കുന്നത് പോലെ വോട്ടിന് കാശ് വാങ്ങാനല്ല. ബംഗാളിലെ തനത് വിഭവമായ ജാൽമുറി പ്രധാനമന്ത്രി കഴിച്ചതിലൂടെ ആ വിഭവത്തിനും ആ കച്ചവടക്കാരനും ലഭിച്ച ആഗോള പ്രശസ്തി പോലും ഉൾക്കൊള്ളാൻ മമതയുടെ സങ്കുചിത രാഷ്ട്രീയത്തിന് പറ്റുന്നില്ല. ഭരണപരാജയങ്ങൾ ഒളിച്ചുവെക്കാൻ പ്രധാനമന്ത്രിക്കെതിരെ വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ ചൊരിയുന്ന മമതയ്ക്ക് ഇത്തവണ ബംഗാളിലെ ജനങ്ങൾ ബാലറ്റിലൂടെ തക്കതായി മറുപടി നൽകുമെന്ന് ഉറപ്പാണ്.